അപ്പോൾ ഇന്ന് ഹോസ്പിറ്റൽ സഹവാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഫുഡ് മേടിക്കാൻ പോയതായിരുന്നു. ഇവിടെയൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് ഞാൻ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഈ കൊച്ച് ആശുപത്രി കിടക്കുന്ന സമയത്തും ഇവളുടെ മോന്തയ്ക്ക് എന്തോ നീ പാൽപുഞ്ചിരി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒന്നാമത്തെ കാര്യം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ, അതായത് നമ്മുടെ തിങ്കളാഴ്ച ഈ ഒരു സമയം 3:30 സമയമാകുന്നു. വെളുപ്പാങ്കാലത്ത് ഞാൻ ഏട്ടനെ പിക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മളുടെ ഏട്ടൻ 5-6 മാസത്തിന് ശേഷം ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു വയസ്സിൻ്റെ ബർത്ത്ഡേയും കഴിഞ്ഞ് പോയ പോക്കാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ അടുത്ത് വേണം എന്നുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ട് ഏട്ടൻ 6 മന്തിൻ്റെ ലീവ് 5 മന്തിലാക്കി ഏട്ടൻ പോകുന്നു. ഇനി പോകണം, ലീവ് കഴിയുമ്പം പോകും കേട്ടോ. പിന്നെ ഏട്ടൻ്റെ കൂടെ ഇങ്ങനെ മഴയത്ത് ഒരു റൈഡ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് എനിക്ക് സങ്കടം വരും. ഏട്ടനെ ആദ്യം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞങ്ങൾ വീഡിയോ വെക്കാൻ തുടങ്ങും. അപ്പോൾ ഏട്ടൻ വീട്ടിൽ വന്നിട്ട് കുഞ്ഞിപ്പാറ എണീറ്റിട്ടുണ്ടായിരുന്നു. അതാണ് ഭയങ്കര കോമഡി. എൻ്റെ കൂടെ എണീറ്റ് പോകുന്ന ആൾ 3 മണിയായപ്പോഴേ 3 മണിയല്ലേ 2:30 ആയപ്പോഴേ അവൾ ഉണർന്നിട്ടുണ്ട്. അവൾ അച്ഛമ്മയെ ഉണർത്തി അവരൊക്കെ കാപ്പ് കുടിക്കുകയാണ്. ആൾ ഇവിടെ വന്നിട്ട് ശങ്കരനെ ഉണർത്താൻ കഷ്ടപ്പെട്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ കിടന്നു വരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പാറുവിന് ആദ്യമായിട്ട് കാണുന്നില്ല, അച്ഛനൊക്കെ അവൾക്ക് അറിയാം. പക്ഷേ ഇവൻ ഇപ്പോൾ ഫോണിൽ നിന്ന് പുറത്ത് ചാടി എന്നുള്ളൊരു നോട്ടമായിരുന്നു. കാരണം എപ്പോഴും അച്ഛനെ കോല കാണിക്കണോ വിളിക്കണോ ഒക്കെ ഫോണിലല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു എന്തോ സംഭവം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചങ്കുട്ടിയുടെ പണ്ടത്തെ വീഡിയോ ഒക്കെ കാണാൻ പറയാം, അവൻ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കും ഈ ഒരു പ്രായത്തിലാണെങ്കിലും. കാരണം ആ സമയത്തൊക്കെ ഏട്ടൻ അവൻ്റെ കൂടെ ഉണ്ട്, അവൻ്റെ ലോകം മൊത്തം ഏട്ടനാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവൾ അങ്ങനെയല്ല. ഇവളെ ഈ ഒരു 6 മാസം ഇടവിട്ട് 15 ദിവസത്തേക്ക് മാത്രം ഏട്ടൻ കാണണം. അപ്പോൾ ചങ്കുട്ടി ഉണന്നു, അച്ഛയെ കെട്ടിപ്പിടിച്ച് തോളെ കീറി. അപ്പോഴും കുഞ്ഞിപ്പാറ നോക്കിക്കൊണ്ടിരിക്കുക, ഇവരെപ്പോൾ ഫോണിൽ പുറത്ത് ചാടി എന്നുള്ളൊറ്റ സ്റ്റാൻഡിൽ പുള്ളിക്കാരൻ നിൽക്കുക. അങ്ങനെ നേരമൊക്കെ വെളുത്തു. അങ്ങനെ ഞങ്ങൾ ചങ്കുട്ടീനെ ഫസ്റ്റ് സ്കൂളിലേക്ക് കയറ്റി വണ്ടിയെ കയറ്റി വിടുന്ന അച്ഛയാണ്. അച്ഛയും അമ്മയും കുഞ്ഞാവയും കൂടെ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരുപാട് മക്കളുണ്ട് കേട്ടോ, പുതിയ കുട്ടികളൊക്കെ അതിനകത്ത്. അപ്പോൾ കുഞ്ഞിപ്പാറുവിന് ആദ്യം മനസ്സിലായില്ല, പിന്നെയാണ് ക്ലിക്ക് ചെയ്ത് ഏട്ടൻ പോയി എന്നുള്ളത്. കുറച്ചൊക്കെ തപ്പി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ.